പുട്ടുണ്ടാക്കിയ ഏത് സീസണാണ് ഉണ്ടായിട്ടുള്ളത്? ഉണ്ടായിട്ടില്ല. ലുഡോ കളിക്കുന്ന ഏത് സീസണാണ് ഉണ്ടായിട്ടുള്ളത്? ഇല്ല. പൊറോട്ട അടിക്കുന്ന ഏത് സീസണാണ് ഉണ്ടായിട്ടുള്ളത്? ഉണ്ടായിട്ടേ ഇല്ല. ഇതൊക്കെ ആരുടെ വാക്കുകളാണെന്നറിയോ? ബിഗ് ബോസ് ഹൗസിലെ തന്നെ ഇതുവരെ വന്ന കണ്ടസ്റ്റൻസിലെ ഇപ്പോൾ സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ബ്രില്യൻ ഗെയിമർ എന്ന് ബിഗ് ബോസ് തന്നെ രേഖപ്പെടുത്തിയ നമ്മുടെ നെവിന്റെ വാക്കുകളാണ് ഇതെല്ലാം ഇപ്പോൾ ബിഗ് ബോസ് പുറത്ത് വിട്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ പ്രൊമോയിലൂടെയാണ്. ബിഗ് ബോസിന്റെ ആ ഒരു പ്രൊമോയിൽ തന്നെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലൊരു മത്സരാർത്ഥി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു അക്നോളജ്മെന്റ് നെവിന് വേറെ കിട്ടാനില്ല. ഇന്നലെ നൈറ്റ് ബിഗ് ബോസ് ഹൗസിൽ ലോൺ ഏരിയയിൽ ഷാനവാസും നെവിനും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് നെവിൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസിനോട് പറയുന്നത്. പക്ഷെ തുടക്കത്തിൽ ഷാനവാസ് നെവിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കിളി പോയാണ് ഇരുന്നത്. ആ സമയത്ത് നമ്മുടെ നെവിൻ കുറച്ച് കാര്യങ്ങളോട് ഷാനവാസിന്റെ മുമ്പിലേക്ക് പറയുന്നുണ്ട്. വളരെ മെലിഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് പപ്പടം പോലെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് അത് വേറെ ആരാണ് ഉണ്ടായിട്ടുള്ളത്? അത് ഞാൻ മാത്രമേ കാണുള്ളൂ. പിന്നെ മുൻവാതിലൂടെ പോയി അടുക്കള വഴി തിരിച്ചു കയറി വന്ന വേറെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ പോലും ഇല്ലല്ലോ. അത് എനിക്കും സ്വന്തമാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കുറച്ച് ക്രെഡിറ്റുകളാണ് ഷാനവാസിന്റെ മുമ്പിലേക്ക് നെവിൻ ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഷാനവാസ് ആദ്യം കുറച്ചൊന്ന് കിളിപോയിരുന്നെങ്കിലും പിന്നീട് കാര്യം പിടികിട്ടി. ഇവൻ പറയുന്നതൊക്കെ ഏകദേശമൊക്കെ കറക്റ്റാണ്, അല്ല ഏകദേശം അല്ലെങ്കിലും മൊത്തം കാര്യങ്ങളും കറക്റ്റാണ് എന്നുള്ളത് ഷാനവാസിനും പിടികിട്ടി. പിന്നെ ഇതെല്ലാം മൊത്തത്തിൽ വളരെ ശരിയാണെന്നുള്ള രീതിക്കാണ് ബിഗ് ബോസിന്റെ പ്രൊമോയും വന്നത്. മറ്റൊന്നുമല്ല, ഇതുപോലൊരു മത്സരാർത്ഥി ബിഗ് ബോസിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്നുള്ള ബിഗ് ബോസിന്റെ ആ ഒരു ടൈറ്റിലും ആ ഒരു വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ കാണുമ്പോൾ മൊത്തത്തിലൊരു നെവിന് കിട്ടിയ നല്ലൊരു അക്നോളജ്മെന്റ് ആയിട്ട് നമുക്ക് കരുതാം. കൂടാതെ തന്നെ ഇന്ന് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് നെവിന് ഒരു വലിയൊരു സർപ്രൈസ് കിട്ടി. ആ സർപ്രൈസ് ബിഗ് ബോസ് സ്റ്റോർ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് സർപ്രൈസ് മറ്റൊന്നുമല്ല. അപ്പോൾ ഈ വീക്കിലെ ബെസ്റ്റ് എന്റർടൈനർ എന്നുള്ള നിലയ്ക്ക് നെവിന് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബിരിയാണി കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഈ വീക്കിൽ നെവിന് ടാസ്കുകളെ ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ കൊടുത്ത പണി ടാസ്ക് കാരണം നെവിന് ഒരു ടാസ്കുകളും ഇല്ലായിരുന്നു. എന്നിട്ടും ബെസ്റ്റ് എന്റർടൈനർ എന്നുള്ള കാറ്റഗറിയിൽ നെവിന് ഈ ഒരു ബിരിയാണി കിട്ടുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നെവിൻ്റെ ഒരു റേഞ്ച്. അപ്പോൾ എന്തൊക്കെയായാലും നെവിൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊമോ കാണുമ്പോൾ നെവിൻ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.